മക്കളെ, ഇത് നമുക്ക് ഗിഡ്കി എന്ന കഹാനിയിലെ മുഖ്യ ഘടനകൾ, അതായത് പ്രധാന പോയിന്റുകൾ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, ഈ പാഠത്തിൽ നിന്ന് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മുഖ്യ ഘടനയും ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് പ്രധാന പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാർപൂരിൽ നിന്നും വിവാഹത്തിന്റെ ക്ഷണം വന്നു. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരും. എവിടെ നിന്നാണ് വിവാഹത്തിന്റെ ക്ഷണം വന്നത്? അപ്പൊ എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഹോഷിയാർപൂർ അല്ലെ. അതുപോലെ തന്നെ ഹോഷിയാർപൂരിൽ നിന്നും എന്താണ് വന്നത്? ഷാദി കാ ബുലാവ, വിവാഹത്തിന്റെ ക്ഷണം. അങ്ങനെ രണ്ട് രീതിയിൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഡണ്ഡ്കാ മൗസംദ, തണുത്ത കാലാവസ്ഥ. തണുത്ത കാലാവസ്ഥയായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹോഷിയാർപൂരിൽ നിന്നും വിവാഹത്തിന്റെ ക്ഷണം വന്നു. തണുത്ത കാലാവസ്ഥയായിരുന്നു. പതി ബീബി और बच्चे ദില്ലി റെയിൽവേ സ്റ്റേഷൻ പഹുഞ്ചെ. ഭർത്താവും ഭാര്യയും കുട്ടികളും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ജനറൽ കോച്ച് മേ യാത്ര ശുരു ഹുയി. ജനറൽ കോച്ചിൽ യാത്ര ആരംഭിച്ചു. എന്തിനാണ് യാത്ര ആരംഭിച്ചത്? ജനറൽ കോച്ചിൽ യാത്ര ആരംഭിച്ചു. बच्चे खिड़की से बाहर का नजारा देखते रहे. बच्चे കുട്ടികൾ ഖിഡ്കി സെ ജനലിലൂടെ ബാഹർ കാ നസാര പുറത്തെ ദൃശ്യങ്ങൾ ദേഖ്തേ രഹേ നോക്കിക്കൊണ്ടിരുന്നു. അതായത് കുട്ടികൾ ജനലിലൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് യാത്ര തുടരാണ് അല്ലെ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കുട്ടികൾ. ഷാൾ ബേജനെ വാലി ഏക് യുവതി പാസ് ആയി. ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു യുവതി അടുത്തേക്ക് വരുന്നു. ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു യുവതി അടുത്തേക്ക് വരുന്നു. ബീബി ആർ യുവതി കെ ബീച്ച് മേ തോൽമോൽ ഹുവ. ബീബി ആർ യുവതി കെ ബീച്ച് തോൽമോൽ ഹുവ. ഭാര്യയും യുവതിയും, അതായത് ഭാര്യയ്ക്കും യുവതിക്കും ഇടയിൽ തോൽമോൽ പറഞ്ഞ വിലപേശൽ, അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ വിലപേശൽ സംഭവിക്കുന്നു, വിലപേശൽ ഉണ്ടാകുന്നു. രണ്ടുപേരും ഷാൾ വിൽപ്പനയെ കുറിച്ച് വിലപേശൽ നടത്തണല്ലേ. ഇത്രയ്ക്ക് കിട്ടണമെന്ന് പത്നിയും അത്രയ്ക്ക് തരാൻ പറ്റില്ല എന്ന് യുവതിയും. അങ്ങനെ അവരുടെ വിലപേശൽ അവിടെ നടക്കുന്നു. യുവതി 250 രൂപയ്ക്ക് ഷാൾ, 250 രൂപയുടെ ഷാൾ. ആദ്യം തന്നെ യുവതി എത്ര രൂപയാണ് ഷാളിന് പറഞ്ഞിരുന്നത്? 250 രൂപ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ യുവതിയുടെ 250 രൂപയുടെ ഷാൾ 150 രൂപയ്ക്ക് വിൽക്കാൻ സമ്മതിക്കുന്നു. അതായത് 250 രൂപയുടെ ഷാൾ വിലപേശലിന് ശേഷം 150 രൂപയ്ക്ക്, 100 രൂപ കുറച്ചിട്ട് 150 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് യുവതി സമ്മതിക്കുകയാണ്. അവസാനം നിവൃത്തിയില്ലാതെ യുവതിക്ക് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ് അതല്ലേ. യുവതി കാ ഗലാ രൂന്ത് ഗയാ और ആംഗേ ബർ ആയി. യുവതിയുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. യുവതിയുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. പത്നിനെ 5 ഷാൾ ചുനെ. ഭാര്യ 5 ഷാളുകൾ തിരഞ്ഞെടുത്തു. പതിനെ യുവതിക്കോ 750 രൂപയാണ് നൽകിയത് അല്ലെ. പതി യുവതിക്ക് 750 രൂപ നൽകി. പത്നി 5 ഷാളാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ 5 ഷാളിന്റെ വിലയായിട്ട് ഭർത്താവ് എത്ര രൂപയാണ് നൽകിയത്? 750 രൂപ നൽകി. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന പോയിന്റുകൾ.
रास्ते भर बीबी के मन में यही विचार था कि अगर और बहस करती तो कीमत और भी കം ഹോ ജാത്തി. എന്താണ് വഴി നീളെ ബീബിയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത? ഇത് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാസ്തേ ബർ ബീബി കെ മൻ കി വിചാർ ക്യാ ഥാ എന്ന് ചോദ്യം വരും. അപ്പൊ എന്താണ് എഴുതേണ്ടത്? രാസ്തേ ബർ ബീബി കെ മൻ മേം യഹി വിചാർ ഥാ കി. വഴി നീളെ ബീബിയുടെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു? അഗർ ഓർ ബഹസ് കർത്തി തോ, ഇനിയും ഒരു പക്ഷേ ഇനിയും തർക്കിച്ചിരുന്നു എങ്കിൽ, അതായത് ഇനിയും വിലപേശിയിരുന്നു എങ്കിൽ, കീമത്ത് ആർ ബി കം ഹോ ജാത്തി, വില കുറയുമായിരുന്നിരിക്കാം. ഒരു പക്ഷേ ഇനിയും വില കുറഞ്ഞു കിട്ടുമായിരുന്നു ഒന്നുകൂടെ വില പേശിയിരുന്നെങ്കിൽ എന്നാണ് വഴി നീളെ നമ്മുടെ ബീബി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. രാസ്തേ ബർ ബീബി കെ മൻ മേം യഹി വിചാർ ഥാ കി അഗർ और बहस करती तो कीमत और भी कम हो जाती. पति सोच रहा था कि मेरे पिता भी रेलगाड़ी में सामान बेच जब धक्के हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. പതി സോച്ച് രഹാ കി മേരെ പിതാ ബി, അതായത് നമ്മുടെ കഥയിലെ ഭർത്താവ് ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? മേരെ പിതാ ബി, എൻ്റെ പിതാവും, റെയിൽഗാഡിമേം, റെയിൽഗാഡിയിൽ, സാമാൻ ബേജ്, സാധനങ്ങൾ വിൽപ്പന നടത്തിയിട്ട്, ജബ് ദക്കേ ഹാരെ ഘർ ആത്തേ തോ, വീട്ടിലേക്ക് ക്ഷീണിച്ച് അവശനായിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, ഉൻകി ആങ്കോ മേംബി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും, വഹി നമി ദി, അത് ഇതേ നനവ്, നമ്മളിപ്പോ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട വഹി നമി, അതേ നനവ് ഉണ്ടായിരുന്നു. പതി ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവ് ഇതുപോലെ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തി വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് വളരെ ക്ഷീണിച്ച് അവശനായി തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇതുപോലെ നനവ് ഉണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേന്തി, യാതൊരു നനവാണോ ഇന്ന് ഞാൻ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ടത്, ഇന്ന് ഞാൻ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ലേഖകൻ നമ്മുടെ കഥയിലെ പതി ചിന്തിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ പ്രധാന പോയിന്റുകളായിട്ട് വരുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് വെക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിനി ക്ലാസ്സിൽ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് എന്ന നിർദ്ദേശവും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഓക്കെ.